ഇന്ന് പകൽക്കാലം നമുക്ക് തിരുവചന ഭാഗം വായിക്കാം. आज सुबह ही वक्त प्रभु की वचन की ओर हम आए। മത്തായിയുടെ സുവിശേഷം അതിന്റെ 3-ാം അധ്യായം 9-ാം വാക്യം. मत्ती का सुसमाचार 3रा अध्याय इसका 9वां पद में हम चंद बात पढ़े। അവിടെ ആമേൻ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം വായിക്കുമ്പോൾ ദൈവവചനം നമ്മോട് സംസാരിക്കുന്നത്, और मत्ती का सुसमाचार 3रा अध्याय की 9वां पद में परमेश्वर की वाणी यही है, और अपने अपने मन में यह ना सोचो कि हमारा पिता अब्राहम है, क्योंकि मैं तुमसे कहता हूं कि परमेश्वर इन पत्थरों से अब्राहम के लिए संतान उत्पन्न कर सकता है। ആമേൻ. ഇവിടെ വായിച്ചു. കുലാടാ മലയാളത്തില് അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന ഉള്ളം കൊണ്ട് പറവാൻ തുനിയരുത്. ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമ്മൾ വായിച്ചത് ഈ യഹൂദന്മാരുടെ അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തിന്റെ ഒരു ചിന്തയെ കുറിച്ചാണ് കർത്താവ് പറയുന്നത്. यहाँ पर मनन किया है यहूदियों इस्राएलियों की चिंता के बारे में बताता है। കാരണം ഇസ്രായേലിന് എപ്പോഴും ഒരു അഹങ്കാര ഭാവമുണ്ട്, അല്ലെങ്കിൽ ഒരു ചിന്തയുണ്ട്, ഞങ്ങളെല്ലാം അബ്രഹാമിന്റെ മക്കളാണ്. ये यहूदियों इस्राएलियों के बीच में एक कल्पना है, चिंता है, हम इस्राएली है, परमेश्वर की संतान है, ये बात में गमन कर रहा है. അബ്രഹാമിന്റെ മക്കൾ എന്ന് പറയുമ്പോൾ അവർക്ക് ഏറ്റവും ഒരു അഭിമാനമായിട്ട് അവർ അത് കൊണ്ട് നടക്കുന്നുണ്ട്. इब्राहिम की संतान है, ये बात कहते हुए उन्होंने बहुत अभिमानी होकर चलते हैं. അതുകൊണ്ട് അവർ ചിന്തിക്കുന്നത്, ഞങ്ങൾ അബ്രഹാമിന്റെ മക്കളായതുകൊണ്ട് ഞങ്ങളെല്ലാം രക്ഷിക്കപ്പെട്ടവരാണ്. यही बात है, इब्राहिम की संतान है, ये शब्द देते कहते हुए हम सब कुछ बातों में हम संतृप्त है. ഞങ്ങൾക്ക് ആമേൻ, ഞങ്ങൾക്കിനി രക്ഷിക്കപ്പെടേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്കിനി മാനസാന്തരത്തിന്റെ കാര്യമില്ല, ഞങ്ങളെല്ലാം മാനസാന്തരപ്പെട്ടവർ. और उद्धार पाने का जरूरत नहीं, यीशु को अपनाने का जरूरत नहीं, हम परंपरागत में हम इस्राएली है. അതെ, ഞങ്ങൾ അബ്രഹാമിന്റെ മക്കളായതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ള ഒരു ചിന്ത അവരുടെ മധ്യേ ഉണ്ട്. अब्राहिम का संतान है कहकर एक चिंता उन्हीं पर है, हम घमंडी है. ആമേൻ. യേശുവും ഇതിനെക്കുറിച്ച് പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെ യോഹന്നാൻ സ്നാപകൻ പറയുന്ന ഒരു വിഷയമാണ്. यूहन्ना बपतिस्मा ने कहते हुए एक शब्द भी वहां पर दिया गया है. ഇവിടെ യോഹന്നാൻ ആമേൻ സ്നാനപ്പെടുത്തുവാൻ കടന്നു വരുമ്പോൾ യോഹന്നാൻ സംസാരിക്കുന്ന വാക്കുകളാണ് നമ്മൾ വായിച്ചത്. यूहन्ना बपतिस्मा ने ये आमतौर पर लोगों को वचन दिया, विश्वास करने वालों को बपतिस्मा दिया, सभी कहते हैं ये वचन. കാരണം യോഹന്നാൻ പെട്ടെന്നൊരു ദിവസം യോർദാനിൽ വന്ന് ജനത്തെ സ്നാനപ്പെടുത്തുവാൻ വേണ്ടി കടന്നു വരികയാണ്. एक दिन आश्चर्य अचंबा, और ये यूहन्ना बपतिस्मा ने लोग विश्वास करने वालों को बपतिस्मा दिलाते हुए अवसर यर्दन नदी में है. ആമേൻ. പക്ഷേ യോഹന്നാൻ അവിടെയുള്ള എല്ലാ ജനത്തെയും സ്നാനപ്പെടുത്തുവാൻ വേണ്ടി വന്നതല്ല. यूहन्ना बपतिस्मा ने वहां पर सारे लोगों को बपतिस्मा दिलाने के लिए आया हुआ व्यक्ति नहीं है. യോഹന്നാൻ വന്നത് യേശു ക്രിസ്തുവിനെ സ്നാനപ്പെടുത്തുവാൻ. यूहन्ना ने आया है यीशु मसीह को बपतिस्मा दिलाने के लिए. കാരണം അവൻ തന്നെ പറയുന്നുണ്ട്, ഞാനിതാ ക്രിസ്തുവിന് വഴിയൊരുക്കുവാൻ വേണ്ടി കടന്നു വന്നതാണ്. यूहन्ना बपतिस्मा ने ये बात कहते हैं, मसीह के लिए रास्ता बनाने के लिए मैं आया हूं. അവൻ സ്നാനക്കടവിൽ നിന്ന് സംസാരിക്കുമ്പോൾ അനേകർ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് സ്നാനപ്പെടുവാൻ തുടങ്ങി. मोर बपतिस्मा दिलाता है यर्दन नदी में, यूहन्ना बपतिस्मा ने बपतिस्मा दिलाता है, तब बहुत सारे लोग अपना पाप को और प्रभु की ओर कहकर आते हैं, बपतिस्मा लेते हैं.
എന്നാൽ താൻ സ്നാനപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ സദൂക്യരും പരീശരും അവന്റെ അടുക്കിലേക്ക് വരുന്നത് അവൻ കണ്ടു. जो बपतिस्मा दिलाता है उसी समय सदूकी और फरीसियों भी लोग आते हैं। ആമേൻ. അവരെ കണ്ടുകൊണ്ട് യോഹന്നാൻ വിളിച്ചു പറയുന്നത് അതിന്റെ 7-ാം വാക്യത്തിൽ, സർപ്പസന്തതികളെ വരുവാനുള്ള കോപത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതാണ്. जो फरीसियों और शास्त्रीय वैज्ञानिक लोगों ने बपतिस्मा देने के लिए आया, लेने के लिए आया, तब मत्ती का सुसमाचार 3 अध्याय 7वां पद में यूहन्ना बपतिस्मा ने यही बात कहते हैं। जब उसने बहुत से फरीसियों और सदूकियों को बपतिस्मा के लिए अपने पास आते देखा तो उसने कहा, हे सर्प के बच्चों। ആമേൻ. എന്ന് പറഞ്ഞാൽ ആമേൻ, ഇവർ കടന്നു വരുന്നത് യോഹന്നാൻ കണ്ടപ്പോൾ യോഹന്നാൻ അവരെ വിളിക്കുന്നത് ആമേൻ സർപ്പസന്തതികളാണ്. ये यूहन्ना के शब्द मानते हुए लोग आते हैं, तब यूहन्ना ने उसको बताते हैं सर्प की संतानों। ആമേൻ. അവരുടെ മനസ്സിലുള്ളതായ ആ സ്വഭാവത്തെയാണ് യോഹന്നാൻ ഇവിടെ വിളിച്ചു പറയുന്നത്. वो उनका मन में जो स्वभाव रखता है, कड़वापन यो होता है, उसको देखते हुए यूहन्ना बपतिस्मा ने ये शब्द दिया गया है। അത് പുറമെ നോക്കുമ്പോൾ അവർ സ്നാനത്തിനായി കടന്നു വരുന്നു, പക്ഷെ അവരുടെ അകത്തെ ചിന്തകളെ യോഹന്നാൻ വിളിച്ചു പറയുന്നത് സർപ്പസന്തതികളാണ്. यूहन्ना ने एक दर्शन के साथ बता रहा है, बाहरी के तौर पर प्रकटीकरण में उन्होंने बपतिस्मा लेने के लिए आया, लेकिन आंतरिक तौर पर उनका कुछ मन बनावट नहीं, इसी कारण में सर्प के संतान नाम दिया गया है। അത് കാരണം നാമെ പുറമെ നോക്കുമ്പോൾ ഒരു കുഴപ്പവുമില്ല, ഇങ്ങനെയുള്ളവർ സ്നാനമെടുത്ത സഭയ്ക്കുള്ളിൽ വന്നു കഴിഞ്ഞാൽ ആ പാമ്പിന്റെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടുത്തും. और ऐसी बात है, नागरिक तौर पर देखेगा तो फरीसियों ये लोग विश्वास में इसके माने बपतिस्मा लेकर आते हैं और ये आज्ञा मानते हैं, ये भला है, अच्छा है, लेकिन आंतरिक तौर पर कुछ भर के नहीं है, इसी कारण में उनका सर्प का नाम दिया गया है। ആമേൻ. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ളവർ സ്നാനപ്പെട്ട് സഭയിൽ വരുമ്പോഴാണ് സഭകളിൽ പ്രശ്നം ഉണ്ടാകുന്നത്. यही बात है, ऐसे वालों ने मन बनाकर बपतिस्मा लेकर आजकल की मंडली में भी आते हैं जो प्रश्न वाले हैं। എന്ന് പറഞ്ഞാൽ അകമേ ഒരു മാനസാന്തരമില്ല, അകമേ ഒരു രൂപാന്തരമില്ലാതെ പുറം മാത്രം ഒന്ന് ശുദ്ധീകരിക്കുന്ന അവസ്ഥ. इसकी अर्थ यही है, आंतरिक तौर पर कोई फेर फर्क नहीं और बाहरी तौर पर दिखावट में उन्होंने बपतिस्मा लेते हैं, अंदर आते हैं। അത് പുറത്ത് നോക്കുമ്പോൾ ആമേൻ ഏറ്റവും ആമേൻ നല്ലൊരു വ്യക്തി എന്ന് മനസ്സിലാകും, പക്ഷേ അഹമോ പാമ്പിന്റെ സ്വഭാവമായിരിക്കുന്നു എന്നാണ് ഈ പരീക്ഷ ശാസ്ത്രിമാരെ നോക്കിക്കൊണ്ട് യോഹന്നാൻ വിളിച്ചു പറയുന്നത്. ये फरीसियों शास्त्रियों को देखते हुए यूहन्ना बपतिस्मा ने कहते हैं, बाहर तौर से तुमको देखने के लिए बहुत अच्छे हैं, लेकिन आंतरिक तौर पर कुछ भर के नहीं होते हैं। ആമേൻ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ആമേൻ ഇവിടെ പറയുന്നത് നിങ്ങൾ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണം. यही इसी कारण में यहाँ पर दिया है, मन बिरावो, मन बिरावट में कुछ फल आता है, इसी कारण में बपतिस्मा ले लो। അതെ, 8-ാം വാക്യത്തിൽ പറയുന്നത് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണം. 8वां पद में यही वचन दिया, इसलिए मन बिराव के योग्य फल लाओ। അപ്പോ വെറുതെ സ്നാനം എടുക്കുന്നവരായിട്ടല്ല, പിന്നെയോ മാനസാന്തരപ്പെട്ട് ഒരു രൂപാന്തരം, അതെ, പുതിയ ജനനം പ്രാപിച്ചിട്ട് സ്നാനം എടുക്കണമെന്നാ പറയുന്നത്. केवल बपतिस्मा लेने के लिए नहीं, बपतिस्मा लेने के पहले तुम मन भराव होकर योग्य फल लाने के लिए बपतिस्मा ले लो। പലപ്പോഴും ആമേൻ ഇങ്ങനെ സ്നാനപ്പെടുവാൻ, എന്തെങ്കിലും ആവശ്യം നേടുവാൻ വേണ്ടി സ്നാനപ്പെടുന്ന ആൾക്കാരുണ്ട്. यही यहाँ पर हम देखते हैं, कुछ उनका और अपने जीवन की कुछ बातों में इलाज देने के लिए बपतिस्मा लेने वाला भी है।
അതായത് സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ ഇന്ന കാര്യം നടക്കും എന്നുള്ള ചിന്തയിൽ വന്ന് സ്നാനപ്പെടുന്നവർ ഒരിക്കലും മാനസാന്തരപ്പെടത്തില്ല. वो अरे कुछ शायद वो ये याद रखे अपने आवश्यकता को पूरा करने के लिए बपतिस्मा लेने वाले हैं, लेकिन अच्छे रीति पर बपतिस्मा लेते हैं, मन विरावट होकर बपतिस्मा नहीं लेते हैं. അതെ, വീണ്ടും ജനനം പ്രാപിക്കുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിന്നും ആ വീണ്ടും ജനനം പ്രാപിച്ചതിന്റെ ഫലം പുറപ്പെടുവിക്കും. मन विरावट के कारण अपने जीवन को फेर फर्क पड़ते हैं, मसीह को अपनाता है, मसीहगार करते हैं, उसको फल ला सकते हैं. കാരണം അതുകൊണ്ടാണ് ഇവിടെ യോഹന്നാൻ വിളിച്ചു പറയുന്നത്, നിങ്ങൾ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണമെങ്കിൽ ആ മാനസാന്തരപ്പെട്ടിരിക്കണം. इसी कारण में यूहन्ना बपतिस्मा ने ये बात पुकारते हैं, चिल्लाते हैं, मन विरावो, मन विरावट में तुम्हारा स्वभाव भी बदलना चाहिए. കാരണം യോഹന്നാന്റെ അടുക്കൽ വന്ന അനേകർ പാപങ്ങളെ ഏറ്റു പറഞ്ഞിട്ടാണ് ആ യോർദാൻ നദിയിൽ സ്നാനമെടുക്കുന്നത്. यूहन्ना की ओर आकर बपतिस्मा लेने के लिए आए हुए बहुत सारे लोग अच्छे रीति पर मन विराया और बपतिस्मा लेता है. എന്നാൽ പരീശയും ശാസ്ത്രിയും കൂടെ കടന്നു വരുമ്പോൾ യോഹന്നാന് മനസ്സിലായി, ഇവർ പുറമെ ചിലത് കാണിക്കാൻ വേണ്ടിയാ കടന്നു വരുന്നത്. तब सारे लोग आते हैं, उसको यूहन्ना बपतिस्मा को जांच लिया, ये फरीसी और शास्त्रियों ने आते बपतिस्मा लेते हैं, प्रकटीकरण के लिए आता है. കാരണം ഇവര് വരുന്നത് വരുവാനുള്ള ഒരു കോപത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടിയാണ് ഈ സ്നാനം എടുക്കുന്നതെന്ന് യോഹന്നാന് മനസ്സിലായി. ये मुझे यूहन्ना बपतिस्मा को जांच लिया है, ये आता है आने वाला क्रोध में से बचाने के लिए बपतिस्मा लेते हैं. അതെ, മാനസാന്തരപ്പെട്ടിട്ടല്ല ഇവർ സ്നാനം എടുക്കുന്നത്. मन विरावट उनका जीवन में है ही नहीं और मामूली तौर पर बपतिस्मा लेता है. അതുകൊണ്ടാണ് യോഹന്നാൻ സ്നാനത്തിനായി കടന്നു വരുന്നവരോട് വിളിച്ചു പറയുക, നിങ്ങൾ സർപ്പസന്തതികളാ, അതുകൊണ്ട് മാനസാന്തരപ്പെടണം. इसी कारण में यूहन्ना बपतिस्मा ने यही बात पुकारते हैं, चिल्लाते हैं, मन विरावो, बपतिस्मा ले लो. മാത്രമല്ല, നിങ്ങൾ ഇപ്പോൾ സ്നാനം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ച്ചിരിക്കണം. केवल बपतिस्मा लेने से नहीं, बपतिस्मा लेने की बात में और मन विराव के योग्य फल लाने के लिए. കാരണം ഇന്ന് അനേകർ സ്നാനം ഏൽക്കുന്നുണ്ട്, പക്ഷേ ഫലമില്ലാതായി തീരുക. कोई आजकल दिनों में भी बहुत सारे लोग बपतिस्मा लेते हैं, लेकिन फल नहीं लाता है. നമ്മൾ കാണുന്നുണ്ട് അനേക സഭകളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് ആ സഭയിലെ സമാധാനത്തെ നഷ്ടപ്പെടുത്തുന്നത്. हमको मालूम पड़ते हैं आजकल दिनों में ऐसे मामूली तौर पर बपतिस्मा लेते हैं, वो मंडली का शांति को गड़बड़ में डालते हैं. അത് മാത്രമല്ല, ജാതികളുടെ ഇടയിൽ ദൈവത്തിന്റെ നാമം ദുഷിക്കപ്പെടുകയും സഭയെ ചിതറിക്കുകയും ചെയ്യുന്നു. केवल इतना ही नहीं, ये मंडली को अपराधी में डालते हैं, दोष उठाते हैं, वो मंडली का अनुग्रह त्याग किया करते हैं. അതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ യഥാർത്ഥ മാനസാന്തരം അല്ലെങ്കിൽ യഥാർത്ഥ വീണ്ടും ജനനം പ്രാപിക്കാത്തതുകൊണ്ടാണ്. कारण यही है, सच्चे रीति पर मन विरावट नहीं होता है, यीशु को सच्चे रीति पर अपनाता भी नहीं है. കാരണം യോഹന്നാൻ, യേശുക്രിസ്തുവിന്റെ ശിഷ്യനായ യോഹന്നാൻ അപ്പോസ്തലൻ വിളിച്ചു പറയുന്നത്, നിങ്ങൾ മാനസാന്തരപ്പെടുമ്പോൾ ദൈവത്തിന്റെ ഒരു വിത്താണ് നിങ്ങളുടെ ഉള്ളിൽ പാകപ്പെടുന്നത്. और यीशु मसीह की चेला शिष्य हो योहन्नान है, जो कहते हैं मसीह में से मसीह ने बीज बोया, वो बीज तुम्हारा हृदय के अंदर होना चाहिए. അത് നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ, ഒരു പുതിയ ജനനം പ്രാപിക്കുമ്പോൾ ഒരു പുതിയ വ്യക്തിയായി മാറുക. और एक व्यक्ति अपना पाप अपराध को त्याग करते हुए यीशु को अपनाया, ग्रहण किया, एक नए तौर से जीवन बिताते हैं. അതുകൊണ്ട് ആ സമയം മുതൽ പഴയതെല്ലാം കഴിഞ്ഞു പോയി ഇതാ പുതുതായി തീർന്നിരിക്കുന്നു എന്നാ തിരുവചനം പറയുന്നു. यीशु को अपनाया, उसी समय से लेकर नया पुराना सब त्याग किया, नए सिरे से जन्म पाते हैं.
അപ്പൊ ഒരു പുതിയ സൃഷ്ടിയാണെങ്കിൽ ആ പുതിയ സൃഷ്ടി പുതിയതായ സ്വഭാവം തന്നെ വെളിപ്പെടുത്തണം. नया सृष्टि, नया इनका जीवन मन फिरागट के पालन हो, जरूर इनका मसीह का स्वभाव दिखाते हैं। അതാണ് പ്രൈസ് ദി ലോർഡ് പത്രോസും വിളിച്ചു പറയുന്നത്. यही शब्द प्रेरित पत्रोस भी पुकारते हैं। ആമേൻ. 1 പത്രോസ് 2-ാം അധ്യായത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ പത്രോസ് വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. पहले पत्रोस की पत्री में, वो पहले अध्याय में प्रेरित पत्रोस भी ये बात कहते हैं। അതെ, 1 പത്രോസ് 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ പത്രോസ് പറയുന്നത് വിളിച്ചവന്റെ സൽഗുണങ്ങളെ വെളിപ്പെടുത്തണമെന്ന്. और पहले पत्रोस की दूसरा अध्याय में ये वचन दिया है, बुलाहट मिला है, वो बुलाने वालों को स्वभाव हम दिखाना है। അതെ, കാരണം 9-ാം വാക്യം പറയുന്നത് അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ വർഗവുമാകുന്നു. भाइयों, तुम्हारा चुनावट क्या है? जो बात वहां पर दूसरा अध्याय, पहले पत्रोस के दूसरा अध्याय में, क्योंकि जब परमेश्वर ने वो स्वर्गदूतों पहले पत्रोस दूसरा अध्याय की 9वां पद में ये वचन ऐसा दिया है, वचन दिया है, वो अंधकार से ज्योति में, पर तुम एक सुना हुआ वंश और राजा पदधारी याजकों का समाज और पवित्र लोग और निज प्रजा हो, इसलिए कि जिसने तुम अंधकार में से अपनी अद्भुत ज्योति में बुलाया है। അതിന്റെ ലാസ്റ്റ് ഭാഗം പറയുന്നത് അവന്റെ ഗുണം, ഉസ്കെ ഗുൺ പ്രകട് കരെ, അവന്റെ സ്വഭാവം അല്ലെങ്കിൽ ദൈവത്തിന്റെ ഗുണം നമ്മൾ വെളിപ്പെടുത്തണം. आखिरी में लिखा है उनके गुण प्रकट करो। അതെ, കർത്താവിന്റെ ആ ഗുണം അല്ലെങ്കിൽ കർത്താവിന്റെ സ്വഭാവം നമ്മൾ വെളിപ്പെടുത്തുക. इसकी अर्थ यही है, मसीह यीशु संसार में आया, मसीह की गुण, मसीह की इच्छा, मसीह की इरादा हम पूरा करना चाहिए। അതെ, അത് നമ്മുടെ സ്വഭാവമോ നമ്മുടെ ഗുണങ്ങളോ നമ്മുടേതായത് എന്തെങ്കിലും വെളിപ്പെടുത്തുവാനല്ല പറഞ്ഞത്, വിളിച്ചവന്റെ ഗുണം വെളിപ്പെടുത്താൻ. और अपने आप को एक गुण स्वभाव है वो प्रकट करने के लिए नहीं, मसीह का गुण क्या है वो प्रकट करने के लिए। മലയാളത്തിൽ പറയുന്നത് ഘോഷിക്കുക എന്നുള്ള, പക്ഷെ ഹിന്ദി പറയുന്നത് വെളിപ്പെടുത്തുക, അത് പ്രകടിപ്പിക്കുക, നമ്മൾ കാണിക്കുക. मलयालम से भी एक पद हिंदी में कहा है, उसको गुण प्रकट करो। അതെ, നമ്മുടെ ജീവിതം കൊണ്ട് അത് വെളിപ്പെടുത്തുന്നവരായി തീരുക. हमारा जिंदगी स्वभाव से वो गुण प्रकट करना चाहिए। അപ്പോ ആമേൻ, യോഹന്നാൻ പറയുന്നത് നിങ്ങൾ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം ഇനി മുതൽ കായ്ക്കണം. यूहन्ना ने यही बात दिया है, यूहन्ना बपतिस्मा ने यही बात दिया, तुम परमेश्वर की अनुग्रह से रहकर उनका गुण प्रकट करने के लिए। എന്നാൽ ഇവരുടെ ചിന്ത എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് അബ്രഹാം പിതാവായിട്ടുണ്ട്. इनका कल्पना चिंता यही है, इब्राहिम पिता ने हमारा पिता होकर हमारा साथ है। അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ള ഒരു ചിന്ത അവരുടെ ഹൃദയത്തിലുണ്ട്. इब्राहिम पिता होकर हमारा साथ है, इसी कारण में कोई किसी का जरूरत हमारे में है नहीं। കാരണം ഇന്നും അനേകരുടെ ചിന്ത ഇതാ, ആമേൻ, ഞാൻ എല്ലാം ആയിട്ടുണ്ട്, എല്ലാം തികഞ്ഞിട്ടുണ്ട്, ഇനി ഒന്നിന്റെയും ആവശ്യമില്ല. और आज के दिनों में देखते हैं लोगों का चिंता कल्पना यही है, हमारे में सब कुछ है और दूसरा अन्य बात की जरूरत हमारे में नहीं। പ്രൈസ് ദി ലോർഡ്. അതിനെക്കുറിച്ചാണ് കർത്താവ് സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത്, അവസാന സഭയുടെ അവസ്ഥ ഇതാ. प्रकाशित वाक्य में यूहन्ना ने पत्मोस डाकू में बैठकर और वचन दिया, लिखा, और मंडली की हाल यही चलता है। കാരണം പ്രൈസ് ദി ലോർഡ്, ലവോദിക്യ സഭയെ കുറിച്ച് പറയുന്നത്, ആമേൻ, അവർ പറയുന്നത് എല്ലാം ആയി കഴിഞ്ഞു എന്ന്. लवोदिकिया मंडली प्रकाशित वाक्य में दूसरा अध्याय में
लवोदिकीय मंडली के बारे में लिखा है, वो हमारे में सब कुछ हो गया, तृप्त है। ആമേൻ. 3-ാം അധ്യായം 14-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ അവിടെ പറയുന്നത് ഞങ്ങൾക്ക് ഒന്നിന്റെയും കുറവില്ല, ഞങ്ങളെല്ലാം തികഞ്ഞവരാ. वो और प्रकाशित वाक्य 3रा अध्याय 14 पद से लेकर लिखा है, और यहाँ पर पाया जाता है लवोदिकीया की कलीसिया के दूध को यह लिखा, जो आमीन और विश्वास योग्य और सच्चा गवाह है। ആമേൻ. അതിന്റെ 17-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നത് ഇങ്ങനെയാ: ഞാൻ ധനവാനാണ്, സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർഭാഗ്യവാനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനുമെന്ന് അറിയാതിരിക്കയാൽ. और यहाँ पर प्रकाशित वाक्य 3रा अध्याय और 17वां पद में यही वचन दिया, तू कहता है कि मैं धनी हूं और धनवान हो गया हूं और मुझे किसी वस्तु की घटी नहीं, और वह नहीं जानता कि तू अभाग और तुच्छ और कंगाल और अंधा और नंगा है। ആമേൻ. ഇത് ഒന്നുമില്ലാത്ത അവസ്ഥയിലായിരുന്നിട്ട് പോലും അത് തിരിച്ചറിയാൻ കഴിയാതെ ഇരിക്കുന്ന അവസ്ഥ. कोई भी कुछ उनका हाथ में नहीं है, फिर भी ये जांच लेने के लिए उनका हाथ में कुछ नहीं होता है। എന്നാൽ ചിന്ത എന്താണ്? എല്ലാം ഉണ്ട്, എല്ലാം തികഞ്ഞിരിക്കുക. उनका कल्पना किया है, हमारे साथ सब कुछ है, संतृप्त भी हो गया है। ഞാനിത് വായിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ദൈവം തന്ന ഒരു ചിന്ത ഞങ്ങൾ 4 മണി പ്രയറിൽ ഞാൻ പങ്കിട്ടായിരുന്നു. बीते दिनों में इसके बारे में जांच लिया, तब बीते दिन में चार पहर में वचन कल्पना चिंता किया एक बात। ഞങ്ങളുടെ മലയാളം മീറ്റിംഗിലും ഞാൻ ആ ഒരു വിഷയം ഒന്ന് ഞങ്ങൾ ചിന്തിച്ചായിരുന്നു. और मलयालम और हिंदी में इसके बारे में वचन में मनन किया था। ഞങ്ങളുടെ വൈകിട്ടുള്ള 4 മണി പ്രയറിൽ ഈ ചിന്തയെക്കുറിച്ച് ഞങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യും, അല്ലെങ്കിൽ സംസാരിക്കാനിടയായി. और 4 बजे की प्रार्थना में इसका बारे में जांच लिया है, चर्चा दी है। ആമേൻ. അവിടെ പ്രൈസലോട് ഇതിനെക്കുറിച്ച് പറയുന്ന ഈ സഭയുടെ അവസ്ഥ ഇവിടെ വെളിപ്പെടുത്തുക. यहाँ पर मंडली की अवस्था क्या, परिस्थिति क्या होता है, इसका बारे में लिखा गया है। ആമേ. യെരുശലേം സഭയെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കും. യെരുശലേമിലെ ആമേ യഹൂദന്മാരുടെ മന്ദിരമായ യെരുശലേം സഭയെ കുറിച്ച് ഒന്ന് ചിന്തിക്കുമ്പോൾ, यरूशलेम में जो सभा है, वो मंडली है, उसका बारे में चिंता किया। യേശു ക്രിസ്തു ഒരിക്കൽ ആലയത്തിലേക്ക് പ്രവേശിച്ചു. यीशु मसीह में आराधनालय में एक बार प्रवेशन किया। ആമേൻ. യേശു അവിടെ കടന്നു വരുമ്പോൾ സഭയുടെ അവസ്ഥ ഏറ്റവും പരിതാപകരമാണ്. यीशु मसीह ने आराधनालय में आया, गिरजाघर में आया, तब ये यहूदियों की विश्वास की हाल बेहद बुराई में है। കാരണം യേശു ക്രിസ്തു നോക്കുമ്പോൾ സഭയ്ക്കകത്ത് ഒരു വിടുതലോ ഒരു രോഗസൗഖ്യമോ ഒന്നും നടക്കുന്നില്ല. ये मसीह ने देखा है, ये मंडली का अंदर कोई छुटकारा और शैतान को उतारता नहीं, वो सब कुछ चीज वहां पर गृहित है। അതിനകത്ത് കിടക്കുന്നതെല്ലാം ആമേ കൈ വരണ്ടതും കൂനിയും മറ്റ് ആമേൻ രോഗങ്ങളാൽ ആമേൻ ക്ഷീണിതരായവരകത്തുള്ളത്. ये मंडली में आराधना के लिए आता है, हाथ सूखे वाले हैं, अंधे हैं और लंगड़े हैं, कई प्रकार की बीमार की हाल से और गिर पड़े हुए लोग हैं। കാരണം അനേക വർഷങ്ങളായി അവിടെ പുരോഹിതന്മാർ അവരുടെ ശുശ്രൂഷ ചെയ്യുന്നു, പക്ഷെ ഒരു മാറ്റവുമില്ല. बहुत सारे सालों से लेकर याजकों ने सेवकाई करते हैं, लेकिन मनुष्यों को जीवन में कोई फेर फर्क नहीं पड़ते हैं। ഈ യെരുശലേം മന്ദിരത്തിന്റെ അകവും അങ്ങനെയാ, പുറവും അങ്ങനെയാ. यरूशलेम आराधनालय की अंदर भी और बाहर भी ऐसी हाल है। ആമേൻ. അകത്തും രോഗികളാ, പുറത്തും രോഗികളാ, പക്ഷെ ഒരു മാറ്റവും ഇല്ല. കണ്ടിന്യൂ ആയിട്ട് എല്ലാം ക്രമപ്രകാരം നടക്കുന്നുണ്ട്. ये गिरजाघर में आराधनालय की अंदर भी बीमारी रोगी और है, बाहर भी ऐसी हाल है। കാരണം അവിടെ वचനം പറയുന്നത് ക്രമപ്രകാരം എല്ലാം അവിടെ നടക്കുന്നുണ്ട്, പക്ഷെ നടക്കേണ്ട കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. वहां पर हम देखे क्रमानुसार सब कुछ काम कार्य वहां पर होता है, लेकिन आत्मिक तौर पर कोई फर्क नहीं पड़ते हैं.
ഇന്നും അനേക സ്ഥലങ്ങളിൽ ഒന്ന് ചിന്തിക്കാമെങ്കിൽ ഇതേ അവസ്ഥയാണ് കാണുന്നത്. बहुत सारे लोगों के बीच में हम देखेगा तो यही हाल चलते हैं। എന്നാൽ അകത്തൊരു വിടുതൽ നടക്കാമെങ്കിൽ പുറത്തും അതുപോലുള്ള വിടുതലുകൾ നടക്കും. यही बात है, अंदर एक छुटकारा मिलेगा तो बाहर भी एक छुटकारा पा सकते हैं। ദൈവം എന്നോട് സംസാരിച്ചത്, എന്നോട് വ്യക്തിപരമായിട്ട് ഇടപെടുകയും അത് പ്രൈസലോട് അവൻ എന്നോട് അത് എന്നെ കാണിക്കുകയും ചെയ്ത ഒരു വിഷയം ഇതാ. परमेश्वर के दास को प्रभु ने प्रकट किया, ये बातचीत है, अपना स्वयं बात की है। അവൻ എന്ന് പറഞ്ഞാൽ സഭയ്ക്കകത്തിരിക്കുന്നതിനെ ഒന്ന് രൂപാന്തരപ്പെടുത്താമെങ്കിൽ, അകത്തൊരു വിടുതൽ നടക്കാമെങ്കിൽ പുറത്തും അതേ വിടുതൽ നടക്കും. मंडली के अंदर कुछ रूपांतर मिलेगा तो बाहर भी मिल जाएंगे। നമ്മളിത് വർഷങ്ങളായി രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ട് അതിങ്ങനെ ഒരു പാരമ്പര്യം പോലെ നടത്തി കൊണ്ടുപോവുക. हम परंपरागत में मनबराया, बपतिस्मा लिया और मसीह का मंडली में जोड़ा गया है। എന്നാൽ ഈ ദിവസങ്ങളിൽ അകത്ത് ഒരു വിടുതൽ നടക്കാമെങ്കിൽ പുറത്തും അതുപോലുള്ള അത്ഭുതങ്ങൾ നടക്കും. और हमारा हृदय के अंदर छुटकारा मिलेगा तो बाहर भी छुटकारा मिल जाएगा। എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു സഭയ്ക്കകത്ത് വന്ന് യെരുശലേം ദേവാലയത്തിൽ വന്നു അവിടെയുള്ള ചില രോഗികളെ സൗഖ്യമാക്കി. इसकी अर्थ यही है, यीशु मसीह ने आराधनालय के अंदर आकर बीमारियों को चंगाई दिया, वो कार्य बाहर भी किया। യേശു അകത്ത് ജനത്തെ സൗഖ്യമാക്കിയപ്പോൾ പത്രോസ് വെളിയിലിരുന്ന ആ മുടന്തനെ സൗഖ്യമാക്കി. और यीशु मसीह ने आराधनालय के अंदर बीमारियों को चंगाई दिया तो प्रेरित पत्रोस ने बाहर लंगड़े वालों को चंगाई दिया। അപ്പോൾ ആമേൻ അകത്ത് ഈ സൗഖ്യം നടക്കണമെങ്കിൽ, അകത്ത് മാറ്റം സംഭവിക്കണമെങ്കിൽ കർത്താവ് അകത്ത് വന്നേ മതിയോ. चर्च के भीतर अंदर छुटकारा के लिए मसीह आएगा तो बाहर भी चंगाई हो जाएगा। ആമേൻ. അതുകൊണ്ട് യേശു പ്രവേശിക്കുന്നിടത്ത്, യേശു ആ ആലയത്തിനകത്തേക്ക് പ്രവേശിച്ചപ്പോൾ വരണ്ട കൈയുള്ളവനും കൂനിയായ സ്ത്രീയും എല്ലാം സൗഖ്യം പ്രാപിക്കാനിടയായി. यीशु मसीह आराधनालय के अंदर आया, हाथ जो सूखे हुए व्यक्ति के हाथ को चंगाई दिया और झुके हुए औरत को भी प्रभु ने चंगाई दिया। അവർ വർഷങ്ങളായി അവിടെ ആരാധിക്കുന്നു, വർഷങ്ങളായി ആ സഭയിലെ അംഗങ്ങളാ, പക്ഷെ അവരുടെ ജീവിതത്തിൽ ഇതുവരെ ഒരു മാറ്റമില്ല. वर्षों साल भर कर आराधना करते हैं लेकिन कोई भर भर के नहीं पढ़ते हैं। യേശു അവിടെ വന്നിട്ട് അവരെ എഴുന്നേൽപ്പിച്ച് ജനത്തിന്റെ മധ്യം നിർത്തി. यीशु ने वहां पर आया, वो स्त्री को खड़ा कर दिया है। എന്നിട്ട് ചോദിച്ചതാ, ഇവരെ അല്ലെങ്കിൽ ഇവനെ ഇന്ന് ഇവനെ സൗഖ്യമാക്കട്ടോ എന്ന് കർത്താവ് ചോദിക്കാനിടയായി. और मसीह ने वो व्यक्ति को खड़ा करके कहने लगा है, आज उनको चंगाई देने वाले हैं। പ്രൈസ് ദി ലോർഡ്. കാരണം അവിടെ ഇരിക്കുന്നവരുടെ മനോഭാവം യേശുവിന് അറിയാം. कारण ये है, वहां पर बैठते हुए लोगों का मनभावनी मसीह जांच लिया है। ഇവരുടെ എല്ലാം തെറ്റായ ചില ധാരണകളാണ് ഇതൊന്നും നടക്കാതെ പോകുന്നത്. ये लोगों को और उल्लंघन की बात अपने मन में रखते हैं। പലപ്പോഴും നമ്മുടെ അബദ്ധ ചിന്തകൾ, തെറ്റായ ചിന്തകൾ നമ്മുടെ നന്മകളെ തടഞ്ഞു വെക്കും. हमारा जिंदगी में कई प्रकार के उल्लंघन की बात हृदय के अंदर होएगा तो आश्चर्य अचंबा काम वहां पर नहीं होएगा। അപ്പോ ആ അനുഗ്രഹങ്ങൾ നമുക്ക് പ്രാപിക്കണമെങ്കിൽ നമ്മുടെ അബദ്ധ ചിന്തകളെ നീക്കി ദൈവവചനപ്രകാരം ഏൽപ്പിക്കുമ്പോൾ അവിടെ അത്ഭുതം നടക്കും. यहाँ पर हम पाया जाता है, बाहर अंदर की जो कठिन बात, निंदा की बात बाहर जाएगा तो मसीह की अनुग्रह के कारण हमारा हृदय के अंदर आता है। നമ്മുടെ ഇപ്പോഴത്തെ യാഥാർത്ഥമായ ഒരു അവസ്ഥ എന്തെന്ന് നാം അത് വ്യക്തമായി തിരിച്ചറിയണം. आज माने हमारा आजकल दिनों की हृदय की मनभावना क्या है, अपने आप को जांच ले, जरूर प्रभु की महिमा प्राप्त कर सकते हैं। അത് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ ഇവിടെ സഭയോട് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 18-ാം വാക്യത്തിൽ സഭയോട് പറയുന്നതായ ആ കാര്യം നമ്മൾ മനസ്സിലാക്കണം. आज माने प्रकाशित वाक्य 3रा अध्याय की
और 18वां पद में लिखा हुआ वचन के आधार पर ये सच्चाई हमारा हृदय के अंदर आना चाहिए। അവൻ നാം മനസ്സിലാക്കണം, നമ്മൾ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതി കഴിച്ച പൊന്നും, നഗ്നത മാറേണ്ടതിന് ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും, കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ എഴുതുവാൻ ലേപവും യേശുവിനോട് നമ്മൾ വിലയ്ക്ക് വാങ്ങുവാൻ ഇവിടെ ബുദ്ധി ഉപദേശിക്കുക. इसीलिए मैं तुझे सम्मति देता हूं कि आग में ताया हुआ सोना मुझसे मोल ले कि तू धनी हो जाए, और श्वेत वस्त्र ले ले कि पहन कर तुझे अपने नंगेपन की लज्जा ना हो, और अपनी आंखों में लगाने के लिए सुरमा से किए तू देखने लगे. ആമേൻ. ഒന്ന് ചിന്തിച്ച്, ഇത് ദൈവത്തോട് നമ്മൾ മേടിച്ചാൽ മാത്രമേ നമ്മുടെ യഥാർത്ഥ സ്ഥിതി നമുക്ക് മനസ്സിലാകത്തുള്ളൂ. हम ये बात जान चले, ये सुरमा, ये आत्मा हमारा मसीह में से प्राप्त करना चाहिए. അത് എന്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകാത്തതിന്റെ കാരണം എന്തെന്ന് നാം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കും. हमारा जिंदगी को अपने आप को जांच ले, हमारा जांच लेकर मसीह को अपनाए, ग्रहण करे, प्रभु हमारा जीवन में बहुत बदलाव डालेंगे. നമ്മൾ പലപ്പോഴും പറയും, എന്റെ ജീവിതത്തിൽ മാത്രം ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാൽ നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്താൽ ദൈവം അത് വെളിപ്പെടുത്തരും. हम अपने आप को जांच लेते हैं, मेरा जिंदगी में ये कठिन परिस्थिति आते हैं, ये कारण क्या है, ये बात जांच ले. അതുകൊണ്ട് നമ്മുടെ അബദ്ധ ചിന്തകൾ, തെറ്റായ ചിന്തകൾ വെടിഞ്ഞ് യാഥാർത്ഥ്യത്തിലേക്ക് നമുക്കൊന്ന് മടങ്ങി വരാം. इसी कारण में हमारा और ऐसे हृदय की दो दोषवाद त्याग करे, मसीह का अनुग्रह प्राप्त करे. അത് ആ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കണമെങ്കിൽ നമ്മുടെ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക തന്നെ ചെയ്യണം. मसीह में से अनुग्रह प्राप्त करना चाहता है तो मसीह की अनुग्रह की बात अपनाना चाहिए. അതുകൊണ്ടാണ് യോഹന്നാൻ പറയുന്നത്, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണം. इसी कारण यूहन्ना ने बताता है, मन भरावो, बपतिस्मा ले लो, परमेश्वर के नाम की योजना की आधार पर फल लाए. അതെ, ക്രൈസ്തലോട് മത്തായി 3:10 പറയുന്നത്, കായ്ച്ചില്ല എങ്കിലോ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ ഇതാ കോടാലി വെച്ചിരിക്കുക. और यहाँ पर यूहन्ना की सुसमाचार तीसरा अध्याय 10वां पद में यही दिया है, वृक्षों की और नीचे कुल्हाड़ी लगाया है. എന്തിനെന്ന് ചോദിച്ചാൽ, നല്ല ഫലം കായ്ക്കാത്തതെല്ലാം വെട്ടി തീയിലിട്ട് കളയുക. कारण ये अच्छे फल नहीं लाता है, वो काटकर आग में जला देते हैं. ആമേൻ. പരീക്ഷന്മാരെയും ശാസ്ത്രന്മാരെയും നോക്കിക്കൊണ്ട് യോഹന്നാൻ വിളിച്ചു പറയുന്നത് ഇന്ന് നമ്മോടും ദൈവാത്മാവ് വിളിച്ചു പറയുക. मसीह ने शास्त्री और ज्ञानित लोगों को देखते हुए ये बात चिल्लाया गया, तो आज भी प्रभु की आत्मा की वचन हमारे ओर कहते हैं. ആമേൻ. ഈ ദിവസങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ ഒന്ന് രൂപാന്തരപ്പെടുത്താം. നമ്മുടെ ഉള്ളിൽ ഒരു വിടുതൽ നടക്കുമ്പോൾ നമ്മുടെ ഭവനത്തിലും സഭയിലും ദേശത്തിലും വിടുതൽ നടക്കും. हमारा आंतरिक तौर पर हमारा हृदय में, हमारा जिंदगी में रूपांतर होवे तो जरूर परमेश्वर की महिमा प्राप्त कर सकते हैं. പലപ്പോഴും ആമേൻ നമ്മുടെ ദേശത്തിൽ ആമേൻ വിടുതലുകൾ നടക്കാത്തതിന്റെ കാരണം നമ്മുടെ ജീവിതത്തിൽ മാറ്റം സംഭവിക്കാത്തത് കൊണ്ടാണ്. बहुत सारे अनुभव हम प्राप्त करना चाहते हैं, लेकिन अनुभव होता नहीं. कारण क्या है, हमारे में कुछ छुटकारा नहीं मिलता है. ആകയാൽ യേശു ക്രിസ്തു ആലയത്തിൽ സൗഖ്യമാക്കിയപ്പോൾ ശിഷ്യന്മാർ പുറത്തും അത് പ്രവർത്തിച്ചുവെങ്കിൽ ഈ ദിവസങ്ങളിൽ നമുക്കും അത് ആരംഭിക്കാം. मैं ये बात आपको कहना चाहता है, यीशु मसीह ने आराधनालय के अंदर आश्चर्य अद्भुत काम किया. यीशु का शिष्य आराधनालय के बाहर आश्चर्य अद्भुत काम किया, तो आज के दिनों में हम भी करने के लिए तैयारी होना जरूरत है. അതെ, നമ്മിൽ കൂടെയും ആ ദൈവ പ്രവൃത്തികൾ വെളിപ്പെടുവാൻ ഈ ദിവസങ്ങളിൽ നമുക്ക് ദൈവകരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. हमारे और भी ये सेवकाई आगे उत्पन्न होने के लिए
अपने आप को मसीह के हाथ में समर्पण करना उचित है। നമുക്ക് പിൻപിലുള്ളത് മറന്ന് മുമ്പിലുള്ള ലാക്കിലേക്ക് നമുക്ക് ഓടാം. पीछे हमारा जीवन में क्या कुछ हो गया, त्याग करे, अच्छे भले काम के लिए आगे बढ़े। അതെ, നമുക്ക് ഈ നാളുകൾ ദൈവത്തിന് വേണ്ടി ഫലം കായ്ക്കുന്നവരായി തീരാം. आजकल दिनों में मसीह के लिए फल लाने क्या योग्य बनाए, നമ്മുടെ തെറ്റായ ചിന്തകൾ അങ്ങ് വെടിയാം. वो अनुचित रीति पर चिंता होते हैं, वो त्याग करे। ആമേൻ. ദൈവം നമ്മോട് വെളിപ്പെടുത്തുന്ന രീതിയിൽ നമുക്ക് മുന്നേറാം. मसीह के वचन या आत्मा हमारे में उत्पन्न होने के लिए हम प्रार्थना करें। ഇന്ന് പകൽക്കാലം നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം, പ്രാർത്ഥിക്കാം. अपने आप को मसीह की ओर हमारा हृदय दे, मन झुकाए, प्रार्थना करे। നമ്മുടെ കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. आंख बंद करे, प्रार्थना करे। സ്വർഗസ്ഥ പിതാവ്, ഞങ്ങളുടെ നല്ല ദൈവമേ, स्वर्गीय पिता हे मसीह, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങ് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. अच्छे भले अनुग्रह के दिन के लिए धन्यवाद। ഇന്ന് പകൽക്കാലം പാടുവാനും പ്രാർത്ഥിപ്പാനും തിരുവചനം ധ്യാനിപ്പാനും കർത്താവ് കൃപ ചെയ്തല്ലോ. आज दिन के समय प्रार्थना करने के लिए, गीत गाने के लिए, वचन मनन करने के लिए अवसर दी है। വചനം ശ്രവിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ये वचन सुना हुआ सारे सबों को तेरे हाथ में समर्पण कर देता हूँ। പലപ്പോഴും ഞങ്ങളുടെ തെറ്റായ ധാരണകൾ, ചിന്തകൾ ഞങ്ങളുടെ അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുമ്പോൾ, अनुचित रीति पर चिंता कल्पना करते हैं, हमारे अनुग्रह की रुकावट के कारण बनते हैं। ഇന്ന് പകൽക്കാലം ഞങ്ങളെ പൂർണ്ണമായി തിരുകരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. आज दिन में संपूर्ण रीति पर हमारा धन मन सब परमेश्वर के हाथ में समर्पण कर देता है। മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ച്ച് ദൈവത്തിന് പ്രയോജനമുള്ളവരായി തീരുവാൻ ഞങ്ങളെ ഇതാ സമർപ്പിക്കുന്നു. मन बनावट के कारण बनकर मसीह के लिए जी, मसीह की संतान होकर जीने के लिए अवसर के लिए हम प्रार्थना करते हैं। ഇന്ന് പകൽക്കാലം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. आज सुबह ही वक्त पिता पुत्र पवित्र आत्मा के नाम है ये सबों को आशीष कर प्रार्थना करते हैं। അങ്ങ് സംസാരിച്ച കൃപയ്ക്കായി സ്തോത്രം. तूने हमारे और बातचीत की, इसलिए धन्यवाद। അടിയങ്ങളെ തിരുകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു, ബലപ്പെടുത്തിയതിനായി സ്തോത്രം. और तेरी दासों को और प्रभु के हाथों में समर्पण कर देता है। आमीन। പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. प्रार्थना सुना यीशु मसीह के नाम से। आमीन। ആമേൻ. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു പാസ്റ്റർ. ഗോഡ് ബ്ലെസ് യു. मसीह ने सबों को आदर अनुग्रह दे। धन्यवाद।